അമേരിക്കയുടെ വ്യാപാര യുദ്ധം അത് ഇന്ത്യക്ക് പ്രത്യക്ഷത്തിൽ തിരിച്ചടി തന്നെയാണ്. പക്ഷെ നമ്മൾ അത് കേട്ട് മിണ്ടാതിരിക്കുന്നില്ല. നമ്മൾ അതിനെ ബദൽ മാർഗങ്ങൾ ആരായുന്നുണ്ട്. ഇപ്പോൾ അറിയാൻ സാധിച്ചത് ഏതാണ്ട് 50ഓളം രാജ്യങ്ങളുമായി ഇന്ത്യ വ്യാപാര രംഗത്ത് സഹകരിക്കാൻ തീരുമാനമായിട്ടുണ്ടെന്നുള്ളതാണ്. എന്താണ് വാർത്ത? അങ്ങനെ തന്നെയാണ്. ട്രംപിന്റെ താരിഫ് യുദ്ധം ഇന്ത്യക്ക് മേൽ വന്നപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ആശങ്ക ഇന്ത്യക്കുണ്ടോ എന്ന് പലരും ചോദിച്ചു. പക്ഷെ അങ്ങനെ ഒരു ആശങ്ക ഇന്ത്യക്കില്ല. കാരണം ചൈന ചതിക്കുന്നത് പോലെ എന്നെങ്കിലും അമേരിക്കയിൽ നിന്നൊരു പണി കിട്ടും എന്ന് ഇന്ത്യ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യ അതിനെ ബദലായിട്ടുള്ള പല മാർഗങ്ങളും കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതൊക്കെ ഇന്ത്യ കുറച്ച് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇപ്പൊ തൽക്കാലം ആയുധങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അങ്ങനെ ആയുധങ്ങൾ ഇന്ത്യ വാങ്ങാതിരിക്കുമ്പോൾ പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ അമേരിക്കയ്ക്കും സംഭവിക്കും. മാത്രമല്ല, നമ്മളിവിടെ നിന്ന് സാധനം അങ്ങോട്ടേക്ക് ഇറക്കുമ്പോൾ അവിടുത്തെ ചുങ്കം കൊടുത്തല്ലേ അവിടുത്തെ ജനങ്ങൾ ഇത് വാങ്ങേണ്ടത്. അപ്പോൾ അങ്ങനെ ഈ അടി അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പ്രകടമാണ്. കാര്യം ഇപ്പൊ ചൈനയ്ക്കെതിരെയാണല്ലോ അമേരിക്ക ആദ്യം വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചത്. അപ്പൊ അതിന്റെ അനന്തരഫലമായിട്ട് അമേരിക്കയിലെ പല വ്യവസായശാലകളിലും കടുത്ത മാന്ദ്യം നേരിട്ടു. കാരണം ഈ ഏറ്റവും കൂടുതൽ അസംസ്കൃത വസ്തുക്കൾ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സാമഗ്രികളുടെ അടക്കം. ഏറ്റവും രസകരമായ സംഗതി ഉണ്ട് കേട്ടോ. ഈ അമേരിക്കയുടെ F-35 എന്ന് പറയുന്ന വലിയ യുദ്ധവിമാനം ഉണ്ടല്ലോ, അതിൻ്റെ യന്ത്രഭാഗത്തിൻ്റെ നിർണായക ഒരു സംവിധാനം ചൈനീസ് മേഡാണ്. അപ്പോൾ ഇത്തരത്തിൽ പല അസംസ്കൃത വസ്തുക്കൾ ഇത്തരത്തിൽ എത്തിക്കുന്ന ഒരു രാഷ്ട്രമാണ് ചൈന. അപ്പോൾ അവർക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കുക വഴി അതിൻ്റെയൊക്കെ വിതരണം നിലച്ചു. അങ്ങനെ അവിടെ തന്നെ അമേരിക്കയിൽ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടായി വ്യാപാര വ്യവസായ മേഖലയിൽ. ഇപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളല്ല കൂടുതൽ, കാർഷിക ഉൽപ്പന്നങ്ങളാണ് കൂടുതൽ. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇപ്പോൾ അമേരിക്കയിൽ എത്രത്തോളം കൃഷിയുണ്ടെന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതൊരു നഗര കേന്ദ്രീകൃത രാജ്യമാണ്. കുറച്ച് ഭാഗത്തൊക്കെ കൃഷിയുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാനൊക്കില്ല. പക്ഷേ ഏറിയ പങ്കും അവരുടെ ഭക്ഷണ സാമഗ്രികൾ, ധാന്യങ്ങളടക്കമുള്ളവ ഇന്ത്യ പോലെയുള്ള മൂന്നാം ലോക രാഷ്ട്രങ്ങളാണ് അങ്ങോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ കടുത്ത താരിഫ് ഏർപ്പെടുത്തുമ്പോൾ അവിടെ ഒരു സിമ്പിളാണ്. അവിടെ ഇപ്പോൾ കിലോ 100 രൂപയുള്ള ഒരു വസ്തു ഇത് 50% നികുതി വരിക. മിനിമം 150 രൂപയെങ്കിലും ആവും, അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഉയർന്ന വില ഈടാക്കേണ്ടി വരുന്ന ആരെയാണ്? ഈ താരിഫ് എന്ന് പറയുന്നത് ആത്യന്തികമായി ഉപഭോക്താവിന്റെ തലയിലാണ്. അപ്പോൾ അമേരിക്കൻ ജനത പ്രത്യേകിച്ച് ഇത്തരത്തിൽ അവിടെയുള്ള എല്ലാവരും ധനാഢ്യന്മാരല്ലല്ലോ അമേരിക്കയിൽ. സാധാരണക്കാരടക്കമുള്ളവർ ഇതിൽ കടുത്ത എതിർപ്പുമായി രംഗത്ത് വരാനാണ് സാധ്യത. അല്ല, ഓൾറെഡി അവർ വന്നു കഴിഞ്ഞു. കുറേ പേരൊക്കെ ഇതിനെതിരെ ട്രംപിനെതിരെ രംഗത്ത് വന്നു. ഇപ്പൊ പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി 20 നിന്ന് 50 രാജ്യങ്ങളിലേക്ക് വർദ്ധിപ്പിച്ചതായി വാണിജ്യ മന്ത്രാലയം പറയുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക തുടങ്ങിയ പ്രദേശങ്ങളിലെ വിപണികൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ കയറ്റുമതി വ്യാപിപ്പിക്കുന്നത്. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ 90% ഈ പ്രദേശങ്ങളിലെ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. പിന്നെ അതിനുശേഷം കരമാർഗമുള്ള ചണ ഉൽപ്പന്നങ്ങൾക്കും കയറിനും വിലക്ക്, കയറ്റുമതി വൈവിധ്യവൽക്കരണം, ഇറക്കുമതിക്ക് പകരം വയ്ക്കൽ, കയറ്റുമതി, മത്സ്യശേഷി വർദ്ധിപ്പിക്കൽ തുടങ്ങി 3 പ്രധാന മേഖലകൾ സജീവമാക്കാൻ വാണിജ്യ മന്ത്രാലയം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതായത് ചണ ഉൽപ്പന്നങ്ങൾക്ക് കയറ്റുമതി വൈവിധ്യവൽക്കരണം, പിന്നെ മത്സ്യശേഷി വർദ്ധിപ്പിക്കൽ, ഈ 3ലുമാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓരോ വിപണിക്കും വേണ്ട മുൻഗണനാ ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയുക, വ്യാപാര പ്രോത്സാഹന ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുക, ലോജിസ്റ്റിക്കൽ നിയന്ത്രണ തടസ്സങ്ങൾ പരിഹരിക്കുക എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത്. US ഉൾപ്പെടെയുള്ള ചില പ്രധാന കയറ്റുമതി രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും പെട്ടെന്നുള്ള വ്യാപാര തടസ്സങ്ങൾക്കെതിരെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ നീക്കം എന്ന് സർക്കാർ പറയുന്നു. കയറ്റുമതിക്കാരുടെ ദീർഘകാല ആവശ്യം നിറവേറ്റിക്കൊണ്ട് 2250 കോടി രൂപയുടെ കയറ്റുമതി പ്രൊമോഷൻ മിഷൻ ഉടൻ ആരംഭിക്കും. പുതുക്കിയ രൂപരേഖയും ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം, പലിശ സബ്വെൻഷൻ, മറ്റ് വിപണി ആക്സസ് പ്രോത്സാഹനങ്ങൾ തുടങ്ങിയ ഘടകങ്ങളും മിഷന്റെ ഭാഗമായിരിക്കും. ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു. അതായത് നേരത്തെ തന്നെ ഇപ്പോൾ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറിനെ സംബന്ധിച്ചാണ് ആശങ്കയുള്ളത്. അത് വീണ്ടും ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് അമേരിക്ക ഒരുവിൽ നിലപാടെടുക്കുന്നുണ്ട്. അത് എത്രത്തോളം മുമ്പോട്ട് പോകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മൾക്ക് പ്ലാൻ ബി ഉണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും പ്രത്യേകിച്ച് ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഇതിനോടകം തന്നെ ധാരണയായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി, ഇന്ത്യക്ക് ഏറിയ പങ്കുള്ളത് കാർഷിക ഉൽപ്പന്നങ്ങളാണ്. അത് ഈ ഉൽപ്പാദിപ്പിക്കുന്നത് അത്രയും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പര്യാപ്തമായ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തില്ല. ഏറിയ പങ്കും നമ്മുടെ ഈ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ കയറ്റുമതി ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ വിപണി തീർച്ചയായിട്ടും അമേരിക്ക തന്നെയാണ്. പക്ഷെ അതിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് വിപണികൾ, ഇത്തരം വിപണികളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, അല്ലെങ്കിൽ ഒരു പോംവഴിയുണ്ട്. സർക്കാർ ഒരു താങ്ങുവില പ്രഖ്യാപിക്കുക, എന്നിട്ട് അത്
ഇപ്പോൾ പ്രാദേശിക തലത്തിൽ തന്നെ വിറ്റഴിക്കാനായിട്ട്, ഇത് വിദേശ രാജ്യങ്ങളിൽ വിറ്റഴിക്കുമ്പോഴാണല്ലോ മുന്തിയ വില കിട്ടുക. അപ്പോൾ അതിനൊരു താങ്ങുവില പ്രഖ്യാപിച്ച് മിനിമം ഇത്ര രൂപ എന്ന് നിശ്ചയിച്ച് പ്രാദേശിക വിപണികളിൽ എത്തിച്ചാൽ ഒരു പരിധി വരെ, അത് ശാശ്വത പരിഹാരമല്ല, തൽക്കാലത്തേക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിച്ചേക്കും എന്നാണ് തോന്നുന്നത്. അതെ തീർച്ചയായിട്ടും. ഈ ട്രംപിന്റെ വിചാരം എന്ന് പറഞ്ഞാൽ നമുക്കെതിരെ വ്യാവസായിക യുദ്ധം നടത്തിയാൽ, ഇപ്പോൾ പാകിസ്ഥാനെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ, ട്രംപിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടി നൽകി. അപ്പോൾ അമേരിക്കയുടെ മധ്യസ്ഥത അല്ലെങ്കിൽ ട്രംപിന്റെ മധ്യസ്ഥതയിലാണ് നമ്മൾ ഇത് അവസാനിപ്പിച്ചത് എന്ന് നമ്മൾ പറയണം. ഇതാണ് ട്രംപിന്റെ ആവശ്യം. പിന്നെ റഷ്യയെ സഹായിക്കാൻ നമ്മൾ എണ്ണയും വാങ്ങരുത്. ഇത് രണ്ടുമാണ് ട്രംപിന്റെ മെയിൻ വിഷയം എന്ന് പറയുന്നത്. ട്രംപിന് ഏറ്റവും പ്രധാനം കാര്യം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് പ്രശ്നമെങ്കിൽ ചൈനയ്ക്കെതിരെ എന്തുകൊണ്ട് നികുതിയില്ല? ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോഴും അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്, അവർക്കെതിരെ നികുതിയില്ല. അപ്പൊ ഇന്ത്യക്കെതിരെ മാത്രം നികുതി പ്രഖ്യാപിച്ചതിന്റെ പ്രധാന കാരണം ട്രംപിന്റെ നോബൽ സമ്മാനം ഇന്ത്യയുടെ ആ ഒരു മൂളലിലാണ് ഇരിക്കുന്നത്. അതാണ്. അപ്പൊ മോദി ഒന്നും ആയിക്കോ എന്ന് പറഞ്ഞാൽ എന്തോ ആയിക്കോ, കുറഞ്ഞ പക്ഷെ ആ നോട്ടീസിൽ ഒരു ഒപ്പെങ്കിലും ഇട്ട് കൊടുക്കണം. ഈ വരുന്ന ആള് ഞങ്ങളുടെ സ്വന്തം ആളാണ്, വേണ്ട പരിഗണന വേണം എന്ന രീതിയിൽ നോബൽ സമ്മാന കമ്മിറ്റിക്ക് ഒരു ശുപാർശ കൊടുക്കണം. അതാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ വ്യവസ്ഥാപിതമായൊരു മാർഗമുണ്ടല്ലോ. നമ്മൾ ഒരു കാരണവശാലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളിൽ അല്ലെങ്കിൽ ചർച്ചകളിൽ ഒരു മധ്യസ്ഥനെ ഇതുവരെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അത് ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടണം എന്നുള്ള നിലപാടെടുക്കുന്ന രാഷ്ട്രമാണ്. പക്ഷെ ട്രംപ് ഇവിടെ ഇടിച്ചു കയറി വന്ന് കാര്യക്കാരനാകാൻ നോക്കുകയാണ്. അത് അനുവദിച്ചു കൊടുക്കാനൊക്കില്ല. അത് അനുവദിച്ചു കൊടുത്താൽ അതൊരു മോശം കീഴ്വഴക്കം ഉണ്ടാകും. അത് മാത്രമല്ല, ഈ 50 രാജ്യങ്ങളിലേക്ക് ഇന്ത്യ വിപണി വ്യാപിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ഗുണകരമല്ലേ ആകൂ? അത് ഈ 50 രാജ്യങ്ങൾ ഏറെയും, അതായത് ഈ 50 രാജ്യങ്ങളിൽ സമ്പന്ന രാജ്യങ്ങളും ഉണ്ടാകാം. ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ചിലതൊക്കെ സമ്പന്നമായിരിക്കാം, എല്ലാം അങ്ങനെ ആയിരിക്കണമെന്നില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളും അവിടെ ആവശ്യക്കാരുണ്ടാകും, പക്ഷെ സമ്പന്നരായിരിക്കണമെന്നില്ല. അപ്പോൾ ഒരു അമേരിക്ക എന്ന് പറയുന്നത് പോലെ ഒരു സ്ഥിരം വിപണി, ആവശ്യത്തിന് ഡിമാൻഡുള്ള, ചോദിക്കുന്ന പണം തയ്യാറായിട്ടുള്ള വിപണി എന്ന് സംബന്ധിച്ച് നമുക്ക് റിസ്ക് ഫ്രീ ആയിരുന്നു അമേരിക്ക. പക്ഷെ ഇപ്പോൾ നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ഒരു റിസ്ക്കും കൂടി ഏറ്റെടുത്ത് അവിടെ ഇടപാട് നടത്തേണ്ടി വരും എന്നുള്ളതാണ്. അല്ല, ഈ 21 ദിവസത്തെ സമയമല്ലേ ട്രംപ് നൽകിയിരിക്കുന്നത്? അതെ, അത് 28-ാം തീയതി വരെ, ഈ ഓഗസ്റ്റ് 28-ാം തീയതി. ഇതിനു മുൻപ് ഇയാൾക്ക് മാനസാന്തരം വന്നാൽ അതിനുള്ള സാധ്യത തള്ളിക്കളയാനൊക്കില്ല. കാര്യം ഒടുവിൽ വന്ന പ്രതികരണം അങ്ങനെയാണല്ലോ. ഇന്ത്യയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ്, വ്യാപാര ഉടമ്പടിയെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. അവിടെയുള്ള പല തലയിൽ ആൾതാമസമുള്ള പലരും പറഞ്ഞത് ഒറ്റ കാര്യമുള്ള, പ്രത്യേകിച്ച് അമേരിക്കയുടെ മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് അദ്ദേഹം പറഞ്ഞ ജോൺ ബോൾട്ടൺ, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് അമേരിക്ക ഒട്ടും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. കാര്യം റഷ്യയും ചൈനയും നേരത്തെ മുതൽ രാഷ്ട്രീയമായി പോലും, രണ്ടും ഇടതുപക്ഷ ചിന്താഗതിയുള്ള രാഷ്ട്രമെന്ന നിലയിൽ രാഷ്ട്രീയമായി പോലും ഒന്നിക്കുന്ന ഒരു രാഷ്ട്രമായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഇന്ത്യയും കൂടി ചേരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അമേരിക്ക ഇക്കാലം എത്രയും പണിയെടുത്തുകൊണ്ടിരുന്നത്. ഇന്ത്യയെ കൂടെ നിർത്തി ചൈനയ്ക്കെതിരെ അണിനിരത്താനാണ് അമേരിക്ക നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ശ്രമങ്ങളെല്ലാം ഒറ്റയടിക്ക് കീഴ്മേൽ മറിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ട്രംപ് ചെയ്തേക്കുന്നത്. അമേരിക്ക എന്താണോ ആഗ്രഹിച്ചത് അതിന് നേരെ ഘടകവിരുദ്ധമായി ഇന്ത്യയെ റഷ്യയുടെയും ചൈനയുടെയും ചേരിയിൽ ചേർക്കുന്ന ഒരു കാര്യമാണിപ്പോൾ ട്രംപ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് പ്രത്യാഘാതം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഈ പുതിയ സാഹചര്യത്തിൽ അമേരിക്ക തിരുത്താനാണ് സാധ്യത, പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയ സ്ഥിതിക്ക് ചർച്ചകൾ ഉടനെ ഉണ്ടാകും എന്നുള്ളത്.